ഏത് കലയുടെയും വലിയ പ്രോത്സാഹനം ആസ്വാദകരാണ്. പോയ വർഷത്തേക്കാൾ മിമിക്രി മത്സരത്തിന്റെ നിലവാരം ഇത്തവണ ഉയർന്നിട്ടുണ്ട് എന്നാണ് വിധികർത്താക്കളുടെ അഭിപ്രായം. സദസ്സിലെ ആസ്വാദകർക്കും മത്സരത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. കലോത്സവം ജെൻസി കാലത്തിൽ എത്തി നിൽക്കുമ്പോൾ കാണികളുടെ ആസ്വാദന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. മിമിക്രി മത്സരത്തെ എങ്ങനെയാണ് ഈ ആസ്വാദകർ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് കാണാം. അനുഭവം കൊണ്ട് പറയണം. കുട്ടികളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, തിരക്കേടില്ല. പക്ഷെ നമ്മൾ ഈ പ്രൊഫഷണലായിട്ടുള്ള പരിപാടികൾ കാണില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് എത്തണില്ലല്ലോ. പക്ഷെ എന്തിരുന്നാലും കുട്ടികൾക്ക് പല ആൾക്കാർക്കും ഭാവിയുണ്ട്. ചില ഇതിൽ കുറച്ച് ഒരു സ്ഫുടത കുറവുണ്ട്. സ്ഫുടത ചില പെട്ടെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവണില്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അവർ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്. എന്നാലും പൊതുവെ തിരക്കേടില്ല. കുടിയേരിക്കും അൻപാன விஷயங்களே மற்றும் ஒரு வீட்டிற்கும் குட்டி குட்டி நண்பர்களே எல்லாருக்குமே வணக்கம். വണക്കം 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 മക്കളെ. കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വല്ലം നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുകൾ അമ്മ കിളി കരഞ്ഞ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. കുറേയൊക്കെ നമുക്കൊരു ബോറടിക്കുന്ന പോലെ പഴയത് ഈ വെടിക്കെട്ട് പൊട്ടണതും അതൊക്കെ ട്രെയിനിൻ്റെ സൗണ്ടും അതൊക്കെ പഴയത് തന്നെയാണ്. പക്ഷേ പുതിയ പുതിയ വെറൈറ്റികളും വന്നിട്ടുണ്ട്. പ്രതീക്ഷ ഇത്ര ഒരു നിലവാരത്തിലേക്ക് വന്നിട്ടില്ല എന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. 2-3 പേരൊക്കെ ഒരു ആവറേജ് നിലയിലേ പറയാൻ പറ്റത്തുള്ളൂ. അവർ ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടി വരുന്നവരാണല്ലോ. അത്ര മോശമായിട്ടൊന്നുമല്ല, നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പഠിച്ചു വരുന്നതേ. സാറ് പഴയ ചോറ് സാർ തന്നെയാടാ. നീ ആരാടാ ഈ പേടിപ്പിക്കുന്നത് എന്നെ? ഇപ്പോൾ പ്രസക്തി ഏതിനാണെന്നെങ്കിൽ ആ പ്രസക്തിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവതരിപ്പിക്കുന്ന അവതാരകനെ കുറിച്ചിട്ടുള്ള ജനങ്ങൾ ഒരു വിലയിരുത്തും. മാത്രമല്ല, ജനങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മിമിക്രി വേദിയിൽ നിന്ന് ക്യാമറാമാൻ അലോഷിക്കൊപ്പം സെയ്ഫുന്നിസാലിയാർ, തൃശൂർ.